ഹലോ, പുറത്ത് നല്ല മഴയാണ്. നമുക്കൊരു ഹെൽത്തി ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓട്സിൻ്റെ മിക്സ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വേണം. പിന്നെ കൊക്കോ പൗഡർ, ബട്ടർ, കുറച്ച് നട്ട്സുകൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബദാം, കാഷ്നട്ട്, പിസ്ത ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടറും കൊക്കോ പൗഡറും ഈ ബദാം മിക്സുകളെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. പഞ്ചസാരയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതൊന്നും യൂസ് ചെയ്യാറില്ല. നല്ല നാടൻ ജാഗ്രി അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി ആയിട്ട്, കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ചോക്ലേറ്റ് കിട്ടുമ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ചെറുപയർ വേവിച്ചാണ് ചേർക്കുന്നത്. ചെറുപയർ നന്നായിട്ട് കുതിർത്തി നന്നായിട്ട് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. കാരണം പിള്ളേർക്കൊക്കെ ചെറുപയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തേ ഇല്ല, വേണ്ട എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെറുപയർ കിട്ടിയാൽ നമ്മളിത് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ ഇതൊരു ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ കുറച്ചധികം അതിൻ്റെ അകത്ത് ഇതാക്കണം, കാരണം അത് ആ ടെസ്റ്റിൽ വേറെ മെൽറ്റായിട്ടുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ആ ടെസ്റ്റർ കറക്റ്റായിട്ട് ആ ബാറ്റർ റെഡി ആയതിനു ശേഷം നമുക്ക് ഐസ് ഇതിലോട്ട് ട്രേയിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് അത് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. പിള്ളേർ ഇഷ്ടംപോലെ കഴിച്ചെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ഇടുക. ഇതിലൊരു മീഡിയം മധുരം ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പൊടി ഇട്ടാൽ മതി. എല്ലാവർക്കും ഇഷ്ടമായി. കാരണം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് കഴിച്ച് നമ്മളിവിടെ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഇത് ഉണ്ടാക്കിയൊരു വീഡിയോ ആക്കി ഇടാം എന്ന് വിചാരിച്ചിട്ട്. കാരണം പെട്ടെന്നൊക്കെ ഒരു ചോക്ലേറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രസമല്ലേ. നമ്മളായിട്ട് സ്വന്തമായിട്ടൊരു ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സന്തോഷം തോന്നിയുകൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്ത് ഇടണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ട്രെയിലോട്ട് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് പെട്ടെന്ന് അത് കട്ടായിട്ട് വരുന്നുണ്ട്. കാരണം അത് മെൽറ്റായിരിക്കണത് ആ ചൂടോടെ തന്നെ നമ്മൾ ട്രെയിലോട്ട് വെക്കണം. അപ്പോൾ അത്രയും ചൂടോടെ എനിക്ക് ട്രെയിലോട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്തു. ബാലൻസ് ഒന്നും ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.